ഇപ്പോൾ നമ്മുടെ ഏപ്രിൽ മെയ് മാസത്തിലാണ് നമ്മുടെ കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അത് ഒരുപക്ഷെ ഒരു ഫേസ്ഡ് മാനറിലായിരിക്കും. എന്തായാലും ഇനിയിപ്പോൾ 2-3 മാസങ്ങൾ കൂടെ ഉള്ളു നിയമസഭാ ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം എന്ത് സംഭവിക്കും എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എനിക്ക് തോന്നുന്നത് അവസാന മാസങ്ങളിൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ തന്നെയാണ് വളരെ നിർണായകമാകാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നാമതായിട്ട് ഈ നമ്മുടെ ഇപ്പോൾ പഞ്ചായത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയം UDF കിട്ടിയിട്ടില്ല. പിന്നെ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം LDF ഇല്ല. ഒരു ഭരണവിരുദ്ധപരമായ മാനസികാവസ്ഥ ഉണ്ടാകാം, ഒരു ആൻറ്റി റൂൾ മൈൻഡ് സെറ്റ് ഉണ്ടാകാം, പക്ഷെ ഒരു വലിയ ഭരണവിരുദ്ധ തരംഗം ഒന്നുമില്ല പണ്ട് നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ ഭരണത്തിനെതിരെ ഉള്ളതുപോലെ. എങ്കിലും അത് ആ ഒരു നേരിയ വിജയം, ഒരു ഭേദപ്പെട്ട വിജയം, നേരിയ വിജയം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഭേദപ്പെട്ട വിജയം UDF സമ്മാനിച്ച ഒരു ആത്മവിശ്വാസം ചെറുതല്ല. അപ്പോൾ എന്തായാലും ശരി തന്നെ, ഈ വരുന്ന ഇലക്ഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് മത്സരം ഒരല്പം LDF ഭാഗത്തേക്ക് പോകാനാണ് സാധ്യത. LDF ഒരു എഡ്ജിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നിയമസഭാ മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജില്ലകളുടെയൊക്കെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം തിരുവനന്തപുരം ജില്ലയിൽ UDF ഒന്നും കിട്ടത്തില്ല. അവിടെ 14, നമുക്ക് അതിൻ്റെ ഒരു കണക്കിലേക്ക് വരാം. തിരുവനന്തപുരം ജില്ലയിൽ 14 നിയോജക മണ്ഡലങ്ങളുണ്ട്. അവിടെ UDF ഒന്നും കിട്ടത്തില്ല. ചിലപ്പോൾ 1-2 സീറ്റുകൾ കിട്ടിയേക്കാം, ഒന്നും കിട്ടാൻ സാധ്യതയില്ല. കാരണം അവിടെ BJPയും LDFും തമ്മിൽ വലിയ മത്സരമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കൊല്ലം ജില്ലയിലും UDF പ്രതീക്ഷ വേണ്ട. കൊല്ലം ജില്ലയിലും UDF ഇറ്റ് വിൽ ബിക്കം ഇറലവൻറ്റ്. കൊല്ലം ജില്ലയിലും പ്രത്യേകിച്ച് ഒന്നും കിട്ടത്തില്ല. പിന്നെ ആലപ്പുഴ ജില്ലയിലും LDF മുൻതൂക്കം. പിന്നെ അപ്പോൾ ഈ 3 ജില്ലകളിൽ കൂടെ തന്നെ ഏതാണ്ട് ഒരു 10-35 സീറ്റുകളുണ്ട്. ഈ 35 സീറ്റുകളിൽ ഏതാണ്ട് ഒരു 30 മുകളിൽ 30 സീറ്റ്സും നമ്മുടെ LDF കിട്ടും. BJP ചിലപ്പോൾ 2-3 സീറ്റുകൾ കിട്ടിയേക്കാം. UDF അതിന് 1-2 സീറ്റുകൾ കിട്ടിയേക്കാം. പിന്നെ നമ്മുടെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, അവിടെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ 3 ജില്ലകളിൽ നിന്നും കൂടെ 14 സീറ്റ് നിയോജക മണ്ഡലങ്ങളെ മറ്റേ ഉള്ളൂ. 14 നിയോജക മണ്ഡലങ്ങളെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ ആകെയുള്ള നിയോജക മണ്ഡലങ്ങളുടെ എണ്ണമൊക്കെ വരുത്തുള്ളൂ നമ്മുടെ ഈ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ. അവിടെ സ്വാഭാവികമായിട്ടും UDF കുറച്ച് മുൻതൂക്കം ഉണ്ടാകും. കാരണം അവിടെ 14-15 സീറ്റുകളുള്ളതിൽ ഈ 3 ജില്ലകളിലും കൂടെ 14-15 സീറ്റുകളുണ്ടെങ്കിൽ അതിനകത്തൊരു 9 എണ്ണമെങ്കിലും നമ്മുടെ UDF കിട്ടും. അതുപോലെ തന്നെ എറണാകുളം UDF നല്ലൊരു സൂപ്രമസി കിട്ടുന്ന സ്ഥലമാണ്. അവിടെ 13-14 നിയോജക മണ്ഡലങ്ങളുണ്ട്. 12-14 ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ശരി തന്നെ, അവിടെ ഒരു 9 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF ജയിക്കും. അപ്പോൾ എത്രയായി? ഈ 2 ജില്ലകളിൽ നിന്നും കൂടെ ഏതാണ്ട് 18 നിയോജക മണ്ഡലങ്ങളായി. പിന്നെ നമ്മുടെ തൃശ്ശൂർ, പാലക്കാട്, ഈ 2 ജില്ലകളിലും സ്വാഭാവികമായിട്ടും വളരെ മുൻതൂക്കമുള്ളത് LDF തന്നെയാണ്. ഉറപ്പാണ് ആ കാര്യത്തിൽ. കാരണം ഈ 2 ജില്ലകളിൽ നിന്നും കൂടെ ഏതാണ്ട് 10-18 നിയോജക മണ്ഡലങ്ങളുണ്ട്. അത് പാലക്കാടൊക്കെ കുറവാണ്. ഈ പാലക്കാട്, കോട്ടയം എന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ പറയില്ലേ, പത്തനംതിട്ടയൊക്കെ വളരെ കുറവാണ് നിയോജക മണ്ഡലങ്ങളെന്ന് പറയുന്നത്. വളരെ കുറവെന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും കുറവാണ്. എന്തായാലും ശരി തന്നെ, ഈ പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലെ അറൗണ്ട് 18 നിയോജക മണ്ഡലങ്ങളിൽ ഒരു 14 എണ്ണവും LDF കിട്ടും. 14 എണ്ണം LDF ഉറപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ഏതാണ്ട് തിരുവനന്തപുരം തൊട്ട് പാലക്കാട് വരെയുള്ള ജില്ലകളിൽ നിന്നും, തൃശ്ശൂർ, പാലക്കാട് വരെയുള്ള ജില്ലകളിൽ നിന്നും LDF ഉറപ്പായിട്ടും ഒരു 10-40 അറൗണ്ട് 40-45 സീറ്റുകൾ ഉറപ്പാണ്. കാരണം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ,
10-30 സീറ്റുകൾ ഉറപ്പായിട്ട് കിട്ടും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി 5-6 സീറ്റുകൾ കിട്ടും. അപ്പോൾ എത്ര 35-36 പിന്നെ എറണാകുളം ഒരു 4-5 കിട്ടും. അപ്പോൾ ഏതാണ്ട് ഒരു ഏറെക്കുറെ 40 പിന്നെ നമ്മുടെ പാലക്കാട്, തൃശ്ശൂരും കൂടെ ആകുമ്പോൾ ഏതാണ്ടൊരു 50 മുകളിലാവും. പിന്നെ മലപ്പുറം സ്വാഭാവികമായിട്ട് UDF ഫേവറുള്ളതായിരിക്കും. അവിടെ 15 നിയോജക മണ്ഡലങ്ങളോ മറ്റോ ഉണ്ട്. അവിടെ ഒരു 90% മുകളിലും UDF കിട്ടത്തുള്ളൂ. എന്നാലും ചിലപ്പോൾ ഒരു പക്ഷേ 1-2 സീറ്റുകൾ LDF കിട്ടിയേക്കാം. അപ്പോൾ ഏതാണ്ട് 50-55 ഇപ്പോൾ തന്നെ ആയി. പിന്നെ കോഴിക്കോടും നമുക്കൊരു അവിടെ ഒരു ഷെയറേ വരുത്തോളായിരിക്കും. അവിടെ ഡിവൈഡ് ചെയ്ത് പോകുന്ന രീതിയിൽ, അതായത് എന്താണ് പറയുന്നത്, ഒരു പകുതി സീറ്റുകൾ UDF പകുതി സീറ്റുകൾ LDF അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. അവിടെ 7-8 സീറ്റുകളാണുള്ളത്. 4 വെച്ച് പോയേക്കും. അതായത് ഒരു വലിയൊരു ഡിവിഷൻ അവിടെ ഉണ്ടാകത്തില്ല. പിന്നെ വയനാട് ഈ പറഞ്ഞ പോലെ നിയമസഭാ മണ്ഡലങ്ങൾ വളരെ കുറവാണ്, 2-3 ഉള്ളൂ. ചിലപ്പോൾ 1 LDF കിട്ടിയേക്കാം. പിന്നെ കണ്ണൂർ, കാസർഗോഡ് അവിടെ സ്വാഭാവികമായിട്ടും LDF വളരെ ആധിപത്യം പുലർത്തും. കാരണം പിണറായി വിജയൻ്റെ ജില്ലയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അവിടെ അവർ BJPക്കാർ പോലും ചിലപ്പം ഈ LDF വോട്ട് ചെയ്യും. കാരണം അവരുടെ ജില്ലയിൽ നിന്നൊരു മുഖ്യമന്ത്രി വരട്ടെ എന്ന് കരുതിക്കൊണ്ട് BJPക്കാരും കോൺഗ്രസ്സുകാരും സഹിതം ചിലപ്പം ആർക്ക് വോട്ട് ചെയ്യും? LDF വോട്ട് ചെയ്യും. വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ ജില്ലയിൽ നിന്നും കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വരട്ടെ എന്ന് കരുതി. അപ്പോൾ അവിടെ രണ്ടിടത്തും കൂടെ ഏതാണ്ട് ഒരു 10-18 നിയോജക മണ്ഡലങ്ങളുണ്ട്, കണ്ണൂർ, കാസർഗോഡ്. അവിടെ സ്വാഭാവികമായിട്ട് ഒരു 10-15 എന്തുമായാലും LDF തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഈ പറഞ്ഞ 70-75 സീറ്റുകളൊക്കെ കഴിയും. അപ്പം ഇങ്ങനെ ആയിരിക്കാനാണ് അവസ്ഥ. താങ്ക് യു ഫോർ വാച്ചിങ്.